കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും നീതിക്കും അതിജീവനത്തിനും വേണ്ടി നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും ഊർജം പകരുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. കേരളത്തിലെ ഒരു കൂട്ടം നടിമാർ നടത്തുന്ന പോരാട്ടം ദേശീയ തലത്തിൽ ശ്രദ്ധേയമായിരിക്കുകയാണ്. നടി ഭാവന ചെഗുവേരയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ പങ്കാളിയാകുന്നത്. നീതിക്ക് വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും ചെഗുവേര ഇന്നും ആവേശമാണ്. നല്ല സിനിമകൾ സൃഷ്ടിക്കുന്നവർക്കും നല്ല സിനിമകൾ ആസ്വദിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ലിസയെ പോലെ എല്ലാ ഓഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ലോകത്തെവിടെയും ആർക്കെതിരെയും ഉണ്ടാകുന്ന അനീതികളെ തിരിച്ചറിയാൻ കഴിയണം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് സെലിബ്രിറ്റികളായിട്ടുള്ള മനുഷ്യരാരും, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒന്നിലും അഭിപ്രായം പറയണ്ട എന്നുള്ളൊരു ധാരണയുള്ള ഒരു വ്യവസ്ഥ ഇപ്പോഴും അത്രമേൽ ശക്തമായ പാട്രിയാർക്കി നമ്മുടെ നാട്ടിനകത്തുണ്ട്. അതുപോലെ തന്നെ സെലിബ്രിറ്റികളായാൽ ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന, ഇതിലൊന്നും ഭൂമിയിൽ നടക്കുന്ന ഒന്നിലും അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് കരുതുന്ന പലരും മലയാളികളായിട്ടുണ്ട്. നമ്മൾ കണ്ടു, ഇന്ത്യയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ഉൾപ്പെടെ തമിഴ് സിനിമാ ലോകമൊക്കെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന സമയത്തും മലയാളികളായിട്ടുള്ള ആളുകൾ, സെലിബ്രിറ്റികളായി മാറിയിട്ടുള്ള മനുഷ്യരൊന്നും വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ പ്രതികരിക്കേണ്ടതില്ല എന്ന് അവർ സ്വയം കരുതുന്നൊരിടത്ത് നിന്നാണ് ചെറിയ മാറ്റങ്ങളെങ്കിലും സംഭവിക്കാനും പ്രതികരിക്കാനും ഒക്കെ സന്നദ്ധമായിട്ട് ആളുകൾ മുന്നോട്ട് വരുന്നത്. അവരും പ്രതികരിക്കേണ്ടവർ തന്നെയാണെന്നും തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന വിഷയങ്ങൾക്കകത്ത് പ്രതികരണശേഷി ഉള്ളവരായിട്ട് മാറുകയാണ് വേണ്ടത് എന്നുള്ളത് ഈ സന്ദർഭത്തിലെങ്കിലും പഠിച്ചില്ലെങ്കിൽ, തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, തിരുത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവർ തിരുത്താനും തിരിച്ചറിയാനൊക്കെ സന്നദ്ധമാവുക? അവരുടെ ജീവിതത്തെ, അവരുടെ തൊഴിലിടത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലെങ്കിലും അഭിപ്രായം പറയാൻ സന്നദ്ധമാകുന്ന, അവരെ തൊടുന്ന വിഷയങ്ങളിലെങ്കിലും അഭിപ്രായം പറയാൻ സന്നദ്ധമാവണ്ടേ? അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ വാചകങ്ങൾ എത്ര ആപ്റ്റായിട്ടാണ് ഭാവനയെപ്പോലുള്ള ഒരാൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അർജന്റീനയിലെ ബ്യൂണോസ് ഐറിസ് സർവകലാശാലയിലെ ചെഗുവേര എന്ന മിടുക്കനായ മെഡിക്കൽ വിദ്യാർത്ഥി പഠനത്തിന് അവധി പറഞ്ഞ് സുഹൃത്ത് ആൽബർട്ടോ ഗ്രനാഡോയ്ക്കൊപ്പം നടത്തിയ ആ മോട്ടോർ സൈക്കിൾ യാത്ര വിനോദയാത്രയായിരുന്നില്ല. 4500 കിലോമീറ്റർ താണ്ടിയ ആ യാത്രയിൽ ജയും സുഹൃത്തും ലാറ്റിൻ അമേരിക്കയിലെ പട്ടിണിയും ദാരിദ്ര്യവും സാമ്പത്തിക അസമത്വവും നേരിട്ട് മനസ്സിലാക്കി. യാത്രാമധ്യേ പെറുവിലെ കുഷ്ഠരോഗികളുടെ കോളനികളിൽ സന്നദ്ധ പ്രവർത്തനം നടത്തി. ചിലിയിലെ ഖനി തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾക്ക് അവർ സാക്ഷിയായി. ആ യാത്ര ചെഗുവേരയെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. സാമ്പത്തിക അസമത്വമാണ് ലോകത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. കമ്മ്യൂണിസമാണ് ഏക പ്രശ്നപരിഹാര മാർഗമെന്നും ജെ തിരിച്ചറിഞ്ഞു. Ha podido cavar al ritmo del sol y que nadie todavía ha cortado una espiga con amor y con gracia. 1953 മെഡിക്കൽ പഠനം പൂർത്തിയാക്കി. ചെഗുവേര ഡോക്ടർ ഏണസ്റ്റോ ചെഗുവേരയായി. ദാരിദ്ര്യവും പട്ടിണിയും രോഗപീഠകളും തുടച്ചു നീക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. ജനനം അർജന്റീനയിൽ. പക്ഷേ അതിർത്തികളില്ലാത്ത ലോകമായിരുന്നു ചെഗുവേരയുടെ രാജ്യം. ദാരിദ്ര്യത്തിന് അതിർത്തികളില്ല. 1956 മെക്സിക്കോയിൽ ഒരേ സമയം രാഷ്ട്രീയ പ്രവർത്തനവും ആതുര സേവനവും നടത്തവേ ഫിദൽ കാസ്ട്രോയിൽ ആകൃഷ്ടനായി. കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള ക്യൂബൻ വിപ്ലവ മുന്നേറ്റ സേനയിൽ ചേർന്നു. ക്യൂബൻ വിപ്ലവത്തിന്റെ മുന്നണി പോരാളിയായി. ക്യൂബൻ ഏകാധിപതി ജനറൽ ഫുൾജൻസിയോ ബാറ്റിസ്റ്റയെ മുട്ടുകുത്തിക്കുകയായിരുന്നു ലക്ഷ്യം. 1956 നവംബർ മാസം മെക്സിക്കോയിൽ നിന്ന് 82 വിപ്ലവകാരികൾ അടങ്ങുന്ന ഗ്രാമ എന്ന പായ്ക്കപ്പൽ പുറപ്പെട്ടു. കാസ്ട്രോയ്ക്കൊപ്പം കപ്പലിൽ ചെഗുവേരയും. വിപ്ലവകാരികൾ നടത്തിയ സായുധ പോരാട്ടങ്ങൾക്ക് മുന്നിൽ ബാറ്റിസ്റ്റ മുട്ടുമടക്കി.
1959 ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. ചെഗുവേര മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി. ക്യൂബയിൽ തുടരാമായിരുന്നു. പക്ഷേ ലക്ഷ്യം അതായിരുന്നില്ല. ചൂഷകവർഗത്തെ നിലംപരിശാക്കി ലോകം മുഴുവനുമുള്ള നിസ്സുവർഗത്തെ കൈപ്പിടിച്ചുയർത്തുക എന്നതായിരുന്നു ജെയുടെ ദൗത്യം. തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി ആദ്യം കൊങ്കോയിലേക്കും പിന്നീട് ബൊളീവിയയിലേക്കും ജെ പോയി. കടുത്ത ആസ്മ രോഗിയായിരുന്നു. പക്ഷേ രോഗപീഠകൾ ജെയെ തളർത്തിയില്ല. ഉൾവനങ്ങളിലൂടെയും കൃഷിയിടങ്ങളിലൂടെയും തൊഴിലിടങ്ങളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു. ലാറ്റിൻ അമേരിക്ക മുഴുവൻ ചുവക്കുമെന്നായി. ജെയെ വകവരുത്താൻ അമേരിക്കൻ ചാര ഏജൻസിയായ CIA വിപുലമായ പദ്ധതി തയ്യാറാക്കി. 1966 ഒക്ടോബർ 9 ബൊളീവിയയിലെ ലഹിഗ്വരയിൽ വെച്ച് ബൊളീവിയൻ സൈന്യം ചെഗുവേരയെ പിടികൂടി. അദ്ദേഹം ഒട്ടും പതറിയില്ല. പുഞ്ചിരിച്ചുകൊണ്ട് ചെഗുവേര സൈനികരോട് ഇങ്ങനെ പറഞ്ഞു: വെടിവെക്കരുത്, ഞാൻ ചെഗുവേരയാണ്. ജീവനോടെയാണ് എനിക്ക് കൂടുതൽ വില. ലാൽഹിഗ്വേര നഗരത്തിൽ ഒരു ഒറ്റമുറി സ്കൂൾ കെട്ടിടത്തിൽ സൈന്യം ചെയെ തടവുകാരനാക്കി. ചെയെ കൈമാറണമെന്ന് അമേരിക്ക ബൊളീവിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ബൊളീവിയ തയ്യാറായില്ല. അമേരിക്കയ്ക്ക് കൈമാറിയാൽ ജനവികാരം എതിരാകുമോ എന്ന് ബൊളീവിയൻ സർക്കാർ ഭയപ്പെട്ടു. വിചാരണ ചെയ്താൽ ചെഗുവേരയുടെ ജനസമ്മതി കൂടും. അതോടെ കമ്മ്യൂണിസം കൂടുതൽ ശക്തമാകും. അങ്ങനെ ഏറ്റുമുട്ടൽ എന്നൊരു തിരക്കഥ തയ്യാറാക്കി. ജെറിൻ ടെറാൻ എന്ന സൈനികനെ ചെയെ വെടിവെച്ചു കൊല്ലാനായി ചുമതലപ്പെടുത്തി. ടെറാനോട് ചെ പറഞ്ഞു: വെടിവെക്കൂ, നിങ്ങളൊരു സാധാരണ മനുഷ്യനെ മാത്രമാണ് കൊല്ലുന്നത്. 1967 ഒക്ടോബർ 9 ചെഗുവേര എന്ന ധീരവിപ്ലവകാരി കൊല്ലപ്പെട്ടു. ചെഗുവേരയുടെ വിയോഗത്തെക്കുറിച്ച് ഫിദൽ കാസ്ട്രോ പ്രതികരിച്ചതിങ്ങനെ: മരണം അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഗറില്ല സങ്കല്പങ്ങളുടെയും പരാജയമെന്ന് കരുതുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. സാധാരണഗതിയിൽ പലപ്പോഴും ആൺകുട്ടികളുടെയൊക്കെ ടീഷർട്ടുകളിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു വാചകം മാത്രമായിട്ടാണ് ചെഗുവേരയുടെ പല രീതിയിലും വാചകങ്ങളെയും വാക്കുകളെയൊക്കെ അടർത്തിയെടുത്ത് വളരെ ക്ലീഷയായിട്ട് ഉപയോഗിക്കുന്ന അത് കണ്ടിട്ട് വിഷമിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അതിന് മറ്റൊരു രീതിയിൽ വലിയ അർത്ഥമുള്ളൊരിടത്ത് അതിൻ്റെ അതിഗംഭീരമായൊരു സന്ദർഭത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി അതൊരായുധമാക്കുന്നതിന് വേണ്ടി ഭാവനയെ പോലെ ഒരാൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പൊരുതുന്ന മനുഷ്യർക്ക്, പൊരുതുന്ന സ്ത്രീകൾക്ക് ഒക്കെ എന്നും ചെഗുവേരയുടെ വാക്കുകളും വാചകങ്ങളും വളരെ പ്രധാനം തന്നെയാണ്. ചെഗുവേര കൊല്ലപ്പെട്ടത് 1967 ഒക്ടോബർ 9. ഇത് 2024. ഇന്നും ചെഗുവേര അതിജീവനത്തിന്റെ പ്രതീകമാണ്. അവരുടെ പോരാട്ടവീര്യമാണ്.